എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കൈ വെട്ടി വെച്ചേക്കുന്നത് ഇതിൻ്റെ ലൈനിങ്ങായിട്ട് അടിക്കണ ഇതാണ് കാണിക്കണേ. അപ്പോൾ ഇതിന് കൈ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് പീസ് ഒരെണ്ണം എടുത്ത് വയ്ക്കുക. നമ്മൾ 1/2 ഇഞ്ചാണ് ഇത് മടക്കി അടിക്കുന്നത്. അത്രയ്ക്കും ഇത് ഇറക്കി വെക്കണം കേട്ടോ ലൈനിങ്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാവും തുമ്പത്ത്. ഇത്ര ഇറക്കി വെച്ചിട്ട് നല്ല തുണി 1/2 ഇഞ്ച് ആദ്യം മടക്കുക, എന്നിട്ട് ഒരു മടക്ക് കൂടി മടക്കുക. ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒരു അടിയും കൂടി അടിക്കുക. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല തുണിയാണ് കറക്റ്റായിട്ട് വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുമ്പ് കൂടെ അങ്ങനെ അടിച്ചിട്ട് കൂടുതൽ നിൽക്കണ ലൈനിങ് വെട്ടിക്കളയാം കേട്ടോ. ഇനി ഇതിൻ്റെ കഴുത്ത് വയ്ക്കാനുള്ള പേപ്പർ ക്യാൻവാസിൽ നമ്മൾ വെട്ടിയത് ഇങ്ങനെ അയൺ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അതിൻ്റെ ഈ തുമ്പ് 1/4 ഇഞ്ച് വെച്ച് വെട്ടിക്കളയാം. 1/4 ഇഞ്ച് ഇവിടെ നിർത്തണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കി അടിക്കുക. പേപ്പർ ക്യാൻവാസിൽ നമ്മളിത് അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാൻവാസിൻ്റെ ഒരു ഭാഗത്ത് ഒരു പശ പോലെയുള്ളത് അടിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യണം. അപ്പോൾ ഈ മുകളിൽ നമ്മളിത് ഒപ്പം വെക്കണം കേട്ടോ. ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ. പിന്നെ സെൻറ്റർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇടണം. അത് അതുമ്പോൾ തയ്ക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്. കഴുത്തിൻ്റെ ഉള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ലൈനിങ് ഇതും അറ്റാച്ച് ചെയ്യണ വിധമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത്. ഇവിടെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കുന്നത്. ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തുണികൾക്ക് ഇറക്കം കുറവായിരിക്കും. അതുപോലെ ഡിസൈൻ നേരെ വരാനായിട്ട് നമുക്ക് ഇത് കുറച്ചിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പീസ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, ഇങ്ങനെ ഒരു പീസ് ജോയിൻ ചെയ്താൽ നമുക്ക് ഇവിടെ ഇറക്കം നമ്മുടെ 44 ഇഞ്ചോ 45 ഇഞ്ചോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യണത് കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ മീതെ നല്ല തുണി ഇതുപോലെ ഇടണം. ഇതുപോലെ ഇടുമ്പോൾ നമ്മൾ ഈ കൈയുടെ ഈ ഭാഗമാണ് നമ്മൾ കറക്റ്റിൽ വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെയും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ സ്ലിറ്റ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ സ്ലിറ്റ് രണ്ടും ഒപ്പം വരണം. ഇവിടെ ഈ ഭാഗവും നമ്മൾ ജോയിൻ ചെയ്യണം. സ്ലിറ്റിൻ്റെ അവിടം വരാം കേട്ടോ. ഈ ഭാഗവും സ്ലിറ്റ് മുതലുള്ള ഭാഗം ജോയിൻ ചെയ്യണം. ഇപ്പം നമ്മൾ ഇതിൽ ഇവിടെ നിന്ന് അടിച്ചു, ഇവിടെ സ്ലിറ്റ് വരെ അടിച്ചു, അതുപോലെ ഇവിടെ നിന്ന് ഇവിടം വരെ അടിച്ചു, സ്ലിറ്റ് വരെ അടിച്ചു. ഇനി ഈ ഭാഗത്ത് വേണം നമ്മൾ ഈ പീസ് വെക്കാൻ. അപ്പോൾ നമ്മൾ പീസ് നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ 1/4 ഇഞ്ച് നീക്കി അടിക്കുക കേട്ടോ. ഇത് 2 അടിപ്പ് അടിക്കണം കേട്ടോ. ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ട് ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അടിക്കുക. എന്നിട്ട് കൂടുതൽ വരുന്നത് വെട്ടിയെടുക്കുക കേട്ടോ. നമുക്കിവിടെയൊക്കെ നീണ്ടു നിൽക്കുന്നതെല്ലാം വെട്ടിക്കളയാം. ജോയിൻറ്റ് ചെയ്തു. ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരേ തരം ലൈൻ തുണിയൊക്കെ ആണെങ്കിൽ ലൈൻ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജോയിൻറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈനിങ് മാത്രം 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ച് അടിക്കുക. ഇനി ഇതിൽ നമ്മൾ ഈ ഫ്രണ്ട് കഴുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേച്ച് കൊണ്ടുവന്നതിൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തണം. സെൻറ്റർ അടയാളപ്പെടുത്താം. ഇവിടെ അങ്ങനെ സെൻറ്റർ ഞാൻ അങ്ങനെ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഈ തുണിയുടെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ 2 സെൻറ്റർ
ഒരുമിച്ച് വെക്കണം. നമ്മൾ എവിടെയാണ് തയ്ക്കാൻ തുടങ്ങുന്നത്, ഈ ഭാഗമല്ലേ, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു അടി അടിച്ചിടണം കേട്ടോ. അത് അവിടെ നിന്ന് നീങ്ങാണ്ടിരിക്കാനാണ്. അറ്റം വരെ അടിക്കാൻ പാടില്ല കേട്ടോ, ഇവിടം വരെ അടിക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ ഉറപ്പിച്ചൂടെ. ഇനി നമ്മളിത് നീങ്ങാണ്ടിരിക്കാനും നല്ല കറക്റ്റ് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതുപോലെ ഈ തുണിയുടെയും നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തണം. അതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇത് രണ്ടും ഒപ്പം വരണം. ഒപ്പം വരണ പോലെ വെച്ചില്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് കഴുത്ത് നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിയ ആ വരയില്ല, അത് നമുക്കവിടെ ഒരടി ഇങ്ങനെ വെറുതെ അടിച്ചിടുക, അതവിടെ അങ്ങനെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അറ്റം വരെ അടിക്കണ്ട കേട്ടോ, കുറച്ച് എത്തുമ്പോൾ നിർത്തുക. ഇനി നമ്മൾ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ ഇപ്പുറത്തോ നമ്മൾ കയറ്റി അടിക്കേണ്ട, തുമ്പത്ത് കൂടെ ഇറക്കിയിട്ട് അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് 4 ഇഞ്ച് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം കേട്ടോ അതിൽ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിടണം, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുക. ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് പതിച്ചടിക്കണം. നമ്മളുടെ പേപ്പർ ക്യാൻവാസുള്ള ആ ഭാഗത്തേക്ക് നമ്മളുടെ തയ്യൽ തുമ്പ് വെച്ചിട്ട് പതിച്ചടിക്കിട്ട്. ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളുടെ ഒരു ആം ഹോൾ ടക്ക് ഇടണം 2 സൈഡിലും. അതുപോലെ നമ്മൾ ബാക്കിൽ മാത്രമേ ടക്ക് ഇടണുള്ളൂ, ഫ്രണ്ടിൽ ടക്ക് ഇടണില്ല. അപ്പം നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷേപ്പിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. ആം ഹോൾ ടക്ക് ഇടണ വിധാണ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കുക, രണ്ടും മടക്കി ഇത് ഒപ്പം പിടിക്കുക കേട്ടോ. ഒപ്പം പിടിച്ചിട്ട് നമ്മളിതിന് ഫ്രണ്ടിൽ ടക്ക് ഇടുന്നില്ല, പക്ഷെ ടക്കിൻ്റെ പോയിന്റ് നമുക്ക് നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു 11.5 ഇഞ്ചിൽ നമ്മളൊരു പോയിന്റ് ഇവിടെ ഇടണം. 11.5 ഇഞ്ച്. ഇതിൻ്റെ സെൻറ്ററാണല്ലോ, സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് ഈ പോയിന്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അടയാക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് വേണം നമുക്ക് ഇവിടെ ആം ഹോൾ ടക്ക് ഇടാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വെച്ചേക്കണം, അത് അടിച്ചു പോവും. പിന്നെ ഒരു 2.5 ഇഞ്ചും കൂടി നീക്കിയിട്ട് വേണം നമ്മൾ ആം ഹോൾ ടക്ക് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിർത്തുക. നിർത്തിയിട്ട് നമ്മളിവിടെ പോയിന്റ് 2 പോയിന്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ട് ആം ഹോൾ ടക്ക് ഇവിടെ നിന്ന് ഇടാൻ വെച്ചാൽ ഇത്ര അറ്റം വരെ ഒന്നും ഇടണ്ട, ഇത്രയും വരെ ഇട്ടാൽ മതി. 4 ഇഞ്ചിൽ തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇതാണ് ആം ഹോൾ ടക്ക്. അങ്ങനെ 2 പ്രാവശ്യം അടിക്കണം. ഇത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗത്ത് ചുഴിച്ചൽ ഇല്ലാണ്ടിരിക്കാനാണ് ആം ഹോൾ ടക്ക് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും ഇടുക. ഇതാണ് ആം ഹോൾ ടക്ക്. ഇങ്ങനെ ആം ഹോൾ ടക്ക് ഇടാൻ ഇതൊരു ടിപ്പാണ് കേട്ടോ, ആം ഹോൾ ടക്ക് ഇടുന്ന വിധം. അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞത്, ബാക്കിൽ മാത്രമേ നമ്മൾ ടക്ക് ഇടണുള്ളൂ, ഫ്രണ്ടിൽ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഫ്രണ്ട് ഭാഗം ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. 2 സൈഡിലും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതെല്ലാം മുഴുവൻ കണ്ടാലേ നമുക്ക് ഈ ടിപ്പൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും 1/2 ഇഞ്ച് കട്ട് ചെയ്യുക, ഷേപ്പിൻ്റെ അവിടെ മാത്രം. അപ്പോൾ ഫ്രണ്ട് ഭാഗം തയ്ക്കൽ കഴിഞ്ഞു. ബാക്കിൻ്റെ നെക്കും ഇതുപോലെ തന്നെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട്
ബാക്കിൻ്റെ നെക്കും വെച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ ടക്ക് ഇടണം. അത് ഇതുപോലെ തന്നെ നേരത്തെ ഫ്രണ്ട് മടക്കിയ പോലെ തന്നെ അങ്ങനെ മടക്കിയിടുക. ഇതിൻ്റെ ചീത്ത ഭാഗമാണത്. ഇവിടെ നമുക്ക് അടയാളം ഇടാനാണ് കേട്ടോ. ഇതിങ്ങനെ മടക്കിയിട്ട് മുകളിൽ നിന്ന് ഒരു 9.5 ഇഞ്ചിൽ ഒരു പോയിന്റ് ഇടണം. 9.5. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് തന്നെ. നേരത്തെ ചെയ്ത പോലെ ഇത് 9.5 ഇടേണ്ടത് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 ഇഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 9 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 ഇഞ്ച് പിടിച്ചിട്ട് ഒരു പോയിന്റ് ഇവിടെ ഇടുക. ഇവിടെ നിന്നും 4 ഇഞ്ചിൽ ഇവിടെ ഈ 2 പോയിന്റ് കിട്ടുമല്ലോ. ഇത് രണ്ടുമാണ് നമ്മുടെ ടക്കിൻ്റെ. ഇത് രണ്ടും കൂടി ഇങ്ങനെ യോജിപ്പിക്കുക. ഇതാണ് നമ്മൾ ടക്ക് ഇടേണ്ടത്. ഇത് അപ്പുറത്തെ സൈഡിൽ കിട്ടാൻ വേണ്ടി നമ്മളൊരു സൂചി കുത്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടാൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ അങ്ങനെ അടയാളം ഇടുക. 2 പോയിന്റ് കിട്ടിയിട്ടില്ലേ, അത് രണ്ടും ഇങ്ങനെ യോജിപ്പിക്കുക. നമ്മളിതിങ്ങനെ നിർത്തിയിട്ട് ഈ 2 പോയിന്റ് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ടക്ക് ഇടുക. ഇവിടുന്ന് ടക്ക് സ്റ്റാർട്ട് ചെയ്ത് നടുവിലെത്തുമ്പോൾ 4 ഇഞ്ച് പിന്നെ കുറച്ച് കൊണ്ടുവരണം ഈ പോയിന്റിലേക്ക്. അതേപോലെ തന്നെ ഈ സൈഡിലും ടക്ക് ഇടുക. ഒരു ടിപ്പും കൂടിയും പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ആദ്യം പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ തുണി നമുക്ക് കിട്ടില്ല ഒപ്പം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഒരടി ഇതുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ വരച്ചിട്ടില്ലേ, വരച്ചേമക്കോടെ ഒരടി വെറുതെ കൊടുക്കുക. അറ്റം വരെ വേണമെന്നില്ല, കുറച്ചിട കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുമ്മേ ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. സെൻറ്ററിൽ ഒക്കെ ഒരു 4 ഇഞ്ച് ഇതാക്കണം. ഇങ്ങനെ കുറച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലെ 2 ടക്കും ബാക്കിൽ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുകയാണ് ചെയ്യണം. അതിന് വേണ്ടി ബാക്ക് ഭാഗം നല്ലപുറം മുകളിലേക്കായിട്ട് ഇതുപോലെ ഇടുക. ബാക്ക് ഇടണം ആദ്യം. അതിൻ്റെ മീതെ നമ്മളുടെ ഫ്രണ്ട് അടിച്ചു വെച്ചിട്ടില്ലേ, അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഇടുക. ഇനിയാണ് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ ബാക്ക് ഭാഗത്തിൻ്റെ ഇത് നിർത്തി ഇങ്ങനെ വയ്ക്കണം. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നമ്മുടെ നെക്ക് അടിച്ചിട്ടില്ലേ, അതിങ്ങനെ മടക്കി വയ്ക്കണം. അത് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കാൻ പാകത്തിന് നമ്മുടെ പട്ട കഴിഞ്ഞിട്ടുള്ള ഒരു സ്വല്പം അങ്ങോട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് ആദ്യം നമ്മൾ ഒരടി ഇങ്ങനെ മൊത്തം അടിക്കുക കേട്ടോ. ഇങ്ങനെ മടക്കി ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് അടിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടി അടിക്കുമ്പോൾ 2 അടി അടിക്കണം. അടി അടിക്കുമ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കുക. ഇവിടെ കെട്ടിട്ടെടുത്താൽ മതി. ഇതേപോലെ ഈ സൈഡ് കൂട്ടുമ്പോൾ ബാക്കിൻ്റെ പട്ട നിർത്തി വയ്ക്കുക. ഫ്രണ്ടിൻ്റെ പട്ട ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ മറയ്ക്കാൻ പറ്റണം. അങ്ങനെ ഒരു സ്വല്പം നീക്കണം കേട്ടോ. അത് ഇവിടെ നിന്ന് കുറച്ച്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരടി ഇങ്ങനെ അടിക്കുക. രണ്ടാമത്തെ അടിയിലാണ് നമ്മളിതിങ്ങനെ മടക്കി വയ്ക്കേണ്ടത്. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ കെട്ടിടണം കേട്ടോ. എന്നിട്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ മറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കര കട്ടി വരും. അപ്പോൾ ഇവിടെ ഇത്തിരി ഇങ്ങനെ ചാച്ച് വെട്ടണം ഇതുപോലെ. എന്നിട്ട് ഇതിങ്ങനെ മറയ്ക്കുമ്പോൾ വേണ്ട നല്ല ഭംഗിയായിട്ട് ഇവിടെ വന്നേക്കണത്. ഇത് മറയ്ക്കുമ്പോൾ വേണ്ട ഇവിടെ. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരു കാര്യം മാത്രം നമ്മൾ അപ്പം വെട്ടാതിരുന്നത്, ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് കുഴിച്ചു വെട്ടണം. അത് ഒരുമിച്ച് വെട്ടിക്കണ കാരണം നമുക്കത് പറ്റില്ല. അത് തയ്ക്കണ നേരത്തെ പറ്റുള്ളൂ. അതാണ് അപ്പം വെട്ടാതിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടുക കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഫ്രണ്ട് ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇപ്പോൾ 2 കൈയും നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടി കൊണ്ടുവന്നുണ്ട്. പിന്നെ കൈ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇത് അറ്റാച്ച് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇതിൻ്റെ തുമ്പ് കൂടെ ഒരു അടി അടിച്ച് വെക്കണം കേട്ടോ. ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് 9 തുമ്പത്ത് 1 അടി കൊടുക്കുക. 9 തുമ്പത്ത് 1 അടി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. 2 ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി വെക്കണം. 2 ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ മടക്കുക. 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 2 ഭാ
എന്നിട്ട് നമ്മുടെ കൈയുടെ കുഴിച്ചു വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ ഈ കൈയാണ് ഇപ്പോൾ ഇത് മലക്കി വെക്കേണ്ടത്. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വയ്ക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങുക. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക. സെൻറ്ററിൽ നിന്ന് അടിക്കുമ്പോൾ നമ്മൾ 2 സൈഡിലേക്കും ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കൈ ഇതുപോലെ വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഇപ്പുറത്തെ കൈയും വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 കൈയും ഇതിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടുമ്പോൾ തന്നെ നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് വെട്ടിക്കണത്. അപ്പോൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഇത് മറിച്ചിട്ട് അടിക്കുക. സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് നീക്കിയിട്ട് 1.5 ഇഞ്ച് നീക്കിയിട്ട് നമ്മളിവിടെ അടയാളം ഇടുക. ഇവിടെയൊക്കെ 1.5 ഇഞ്ചിൽ അടയാളം ഇട്ടാൽ നമുക്ക് അടിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇത് രണ്ടും ഒപ്പം വെച്ച് എല്ലാം ഇവിടെ 1.5 ഇഞ്ച്. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വരിക. അപ്പം നമ്മൾ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെക്കണം കേട്ടോ. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളിവിടെ അങ്ങനെ കെട്ടിടണം, എന്നിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ അടിക്കുക. തിരിച്ചടിക്കുമ്പോൾ കാലിൻ്റെ ഇപ്പുറത്തേക്ക് വടത്തി അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും 1.5 ഇഞ്ച് വെച്ച് സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് വെച്ച് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി സ്ലിറ്റ് അടിക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് നമ്മളിതിങ്ങനെ നീർത്താം. 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ നീർത്തി പിടിച്ചിട്ട് നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗം ഇവിടെയാണല്ലോ, അപ്പോൾ ഇത് ഒപ്പം വെച്ചിട്ട് 1 ഇഞ്ചാണല്ലോ നമ്മൾ കൂട്ടി വെട്ടിക്കണം. അപ്പോൾ 1/2 ഇഞ്ച് ഇത് ലൈനിങ് ഒപ്പം വെച്ച് 1/2 ഇഞ്ച് മടക്കുക. ആദ്യം വീണ്ടും 1/2 ഇഞ്ച് മടക്കുക, അങ്ങനെ മടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇവിടെ ലൂസാവാൻ പാടില്ല, ഇതിങ്ങനെ ഒപ്പം പിടിക്കണം. സ്ലിറ്റിൻ്റെ ഇവിടെ വെച്ച് സൂചി കുത്തി നിർത്താം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിക്കണം. തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ലൈനിങ് ഒപ്പം വെച്ച് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആദ്യം മടക്കി, പിന്നെ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിടണം. അവിടെ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോണ സ്ഥലമായ കാരണം വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് കെട്ട് പോലെ ഇടണം കേട്ടോ. അത് 2ാമത്തെ അടുപ്പിലിട്ടാലും മതി. ഇവിടെയൊക്കെ ഇതുപോലെ 1 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ അടിക്കുന്നത്, അങ്ങനെ പിരിയാണ്ടിരിക്കാനാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ സ്ലിറ്റ് അടിക്കുമ്പോൾ ശരിക്കും വരില്ല, പിരിഞ്ഞൊക്കെ പോവും. സ്ലിറ്റ് അടിച്ചത് ഇതുപോലെ. ഇനി ഇതിൻ്റെ ഈ തുമ്പ് കൂടെ 1 അടിയും കൂടി അടിക്കാം. ഇപ്പോൾ കണ്ട സ്ലിറ്റ് നല്ല പെർഫെക്റ്റായിട്ട് അടിച്ചു വന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുക. പിന്നെ അടി നമ്മൾ ഇതുപോലെ 2 മടക്ക് 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ച് അടി മടിക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചുരിദാർ കംപ്ലീറ്റ് തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. അടിഭാഗം ഇതുപോലെ 2 മടക്കടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് ഹെമ്മിങ് ചെയ്യണം കേട്ടോ. ഹെമ്മിങ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിതിൽ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് അറിയാത്തവർക്ക് കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന വിധത്തിലെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.